ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ആകർഷകമായ ഫ്രാഞ്ചൈസികളിലൊന്നായ രാജസ്ഥാൻ റോയൽസ് 2025 മെഗാലയലത്തിൽ നിരവധി തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തു. പല ആരാധകർക്കും ഈ തീരുമാനങ്ങൾ അത്ര സന്തോഷകരമായി തോന്നിയില്ലെങ്കിലും ഫ്രാഞ്ചൈസി അവരുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നു. കഴിഞ്ഞ സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനത്തിന് പിന്നിൽ പ്രധാന പങ്കുവഹിച്ച ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചഹൽ, അശ്വിൻ, ആവേശ് ഖാൻ, ട്രെന്റ് ബോൾട്ട് തുടങ്ങിയ താരങ്ങൾ ടീമിൽ നിന്ന് വിട പറഞ്ഞു. ഈ നഷ്ടത്തെ നേരിടാൻ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, സന്ദീപ് ശർമ്മ, ഷിംറോൺ ഹെറ്റ്മയർ, ധ്രുവ് ജുറൽ എന്നിവരെ നിലനിർത്തി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന ലേലത്തിൽ രാജസ്ഥാൻ റോയൽസിന് ബാക്കിയുണ്ടായിരുന്നത് 41 കോടി രൂപ മാത്രമായിരുന്നു. ഈ പരിമിത ബഡ്ജറ്റിൽ ടീമിനെ ശക്തിപ്പെടുത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ ഒരു താരത്തിന് മാത്രമാണ് 10 കോടിയിലധികം തുക ചെലവഴിച്ചത്. അത് ഇംഗ്ലീഷ് പേസ് ബൗളർ ജോഫ്ര ആർച്ചറിന് വേണ്ടിയായിരുന്നു. 12.5 കോടി രൂപ മുടക്കിയാണ് രാജസ്ഥാൻ റോയൽസ് ആർച്ചറിനെ തിരികെ രാജസ്ഥാനിലെത്തിച്ചത്. ബൗളിംഗിൽ രാജസ്ഥാൻ റോയൽസ് ശ്രീലങ്കൻ സ്പിന്നർ മനിന്ദു ഹസരംഗയെ 5.25 കോടി രൂപയ്ക്ക്, മഹീഷ് നിക്നയെ 4.4 കോടി രൂപയ്ക്കും സ്വന്തമാക്കി. ഇവർക്കൊപ്പം നിലനിർത്തിയ സന്ദീപ് ശർമ്മയും രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് യൂണിറ്റിലെ നിർണായക സാന്നിധ്യങ്ങളാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് ആക്രമണത്തിനായി സഞ്ജു സാംസൺ ആശ്രയിക്കുക ജോഫ്ര ആർച്ചറിനെയും മനിന്ദു ഹസരംഗയും ആയിരിക്കും. 2025 IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിന് ഈ രണ്ട് താരങ്ങളുടെ പ്രകടനം നിർണായകമായിരിക്കും. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിലേക്ക് മടങ്ങിയെത്തിയ ജോഫ്ര ആർച്ചർ രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി 29 മത്സരങ്ങളിൽ 35 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. IPL മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് ടീമുകൾക്കു വേണ്ടി 35 മത്സരങ്ങളിൽ നിന്ന് 46 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്.